സുരക്ഷിതമായ യാത്ര എന്ന ലക്ഷ്യം KSRTC യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് പുറപ്പെടുമെന്നുള്ളൊരു ധാരണയുണ്ടായ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ വാങ്ങി കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആദ്യ ഘട്ടമായിട്ടാണ് ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു, മാക്സിമം വണ്ടി റോഡിലിറക്കി. അതുകൂടാതെ ഈ മദ്യം പരിശോധിക്കും, മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ചു കയറ്റും. എഴുത്തുകുത്തുകളൊന്നും വേണ്ട, അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു കയറ്റും. അതേ ഡിപ്പോയിൽ തന്നെ കയറ്റാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പണിഷ്മെന്റ് തുടങ്ങിയപ്പോൾ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം 70 പേര് 80 പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. ഇത് KSRTC പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങൾ എല്ലാവരും ധരിച്ചു. പക്ഷേ 27,000 തൊഴിലാളികളുള്ള KSRTC ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല. അതിന്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് 15 ആഴ്ചകൾ പിന്നീടെയാണ് ഈ നടപടി തുടങ്ങിയിട്ട്. ആദ്യത്തെ ആഴ്ചകളിൽ 6 മരണം, 7 മരണം. അതിന്റെ കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം, ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്, അത് കൃത്യമായ കണക്ക് തരാം. മരണമാണ് കേരളത്തിൽ സംഭവിച്ചിരുന്നത്. 48 ആക്സിഡന്റ്, 40, 48, 50 ആക്സിഡന്റ് ആണ് ഒരു ദിവസം. മൈനർ, മേജർ ഈ മരണം സംഭവിക്കുന്നതും ചേർത്തിട്ട് 48 അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അതിൽ 6 മരണം, 7 മരണം എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മരണമില്ല. അപകടത്തിന്റെ എണ്ണം 24 കുറഞ്ഞു. ഈ ആഴ്ച ഒരു വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ബസ്സിന്റെ KSRTC കുറ്റമല്ല, അവർ വന്നു കയറിയതാണ്. KSRTC ഡ്രൈവറെ കുറ്റമല്ല. അപ്പൊ അതുകൊണ്ട് വലിയ ഫലമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യാത്രക്കാർ സുരക്ഷിതരാണ്, റോഡിൽ നടന്നു പോകുന്നവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. KSRTC ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കത്തില്ല. അത് വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ആൽക്കോമീറ്റർ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിനെയും, ഇപ്പോൾ ഹെഡ് ഓഫീസിൽ പോലും രാവിലെ പരിശോധിച്ചിട്ടാണ് കയറുന്നത്. അതുപോലെ എല്ലാ ഡിപ്പോകളിലെയും സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിന് ഡ്യൂട്ടി കയറ്റുള്ളൂ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും, പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ്. KSRTC ജീവനക്കാരുടെ സംഘടന, അംഗീകൃത സംഘടനകൾ 3 ഈ 3 സംഘടനകളും ഇക്കാര്യത്തിൽ എതിര് രേഖപ്പെടുത്തിയിട്ടില്ല. അത് തെറ്റില്ല, നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് മനുഷ്യന്റെ ജീവന്, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണത്. വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും. പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ KSRTC ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പലരും 1.5 മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂർ, 8 മണിക്കൂർ യാത്രയിൽ 1.5 മണിക്കൂർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന 10-60 പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കത്തില്ല. KSRTC അപകടങ്ങൾ കുറച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം എന്നാണ്. ഇതിന്റെ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല, KSRTC കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവായി കിട്ടും അപകടം കുറയുമ്പോൾ. അപ്പോൾ 24 കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയല്ല, കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് KSRTC ഇതുകൊണ്ടുണ്ടാകുന്നത്. KSRTC ഒരു ദിവസം, KSRTCയുടെ മാറ്റം വന്ന് KSRTC ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസലാണ് കുറച്ചിരുന്നത്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് തരാം. കൊറോണ കാലത്ത് തകർന്നുപോയ KSRTC ഈ വർഷം ഈ 3 മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. കളക്ഷൻ ഉയരുകയാണ്, ഗ്രാഫ് ഉയരുകയാണ്, ഡീസലിന്റെ ഉപയോഗം കുറയുകയാണ്. വാഹനങ്ങളിലെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഡീസലിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസൽ എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് 30 കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്നു. വൈദ്യുതി ചാർജിന്റെ എല്ലാ ഡിപ്പോകളിലും, ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോകളിൽ ഏതാണ്ട് 60-70% ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ KSRTC പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. 10 ടോയ്ലറ്റുകൾ സുലഭ് എന്നൊരു ഏജൻസി കൈമാറി. അവരത് ആലുവ, കൊട്ടാരക്കരയെല്ലാം ടേക്ക് ഓവർ ചെയ്ത് അവർ പണി തുടങ്ങി, അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട്. അത് അവർ തന്നെ സെപ്റ്റി ടാങ്കും STP പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത്. അല്ല വെറുതെ ഒരു ക്രൂഡ് മെക്കാനിസം അല്ല, നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള, വളരെ ഹൈജീനിക് ആയിട്ടുള്ള, നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ. അതിന്റെ ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ CMDയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങിയതിനു ശേഷം അത് കൊടുക്കുകയാണ്. 5 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അതിന്റെ ടെൻഡർ ഇന്ന് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കയറിയപ്പോൾ പറഞ്ഞത് ഒറ്റത്തവണ ശമ്പളം എന്നുള്ളതാണ്. ഓണത്തിന് മുമ്പ് കൊടുക്കും. അതിന്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ബാങ്കിന്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല, ചെറിയ തടസ്സങ്ങളുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ
അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാധിക്കും. ഈ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവർ നമ്മള് സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിഞ്ഞു പോകും. അപ്പൊ അവർക്ക് തെറ്റി വരുമെന്ന് പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, നമ്മുടെ അറിവിലില്ല. പക്ഷെ ഒരു ആപ്പ് വരുന്നുണ്ട്. ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യും. ആ ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചാനലുകളൊക്കെ പറയാറുണ്ട്, പത്രങ്ങളും പറയാറുണ്ട്. ഇപ്പൊ കുറ്റകൃത്യങ്ങൾ, മോഡിഫൈ ചെയ്ത വണ്ടികൾ, അമിത ശബ്ദം ഉണ്ടാക്കുന്ന വണ്ടികൾ, പിന്നെ 3 ചെറുപ്പക്കാർ ഹെൽമെറ്റ് വയ്ക്കാതെ ഒരു ബൈക്കിൽ പോവുക, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് ആര് തടയും എന്നുള്ളതാണ്. ജനങ്ങൾ തടയാൻ പോകാൻ. ജനങ്ങൾക്ക് ഒരു ആപ്പ് കൊടുക്കണം. ട്രയൽ ബേസിൽ 3 മാസം കൊടുക്കും. ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങൾ, മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടുക. ആ കാണുന്ന കുറ്റകൃത്യം അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൽഹിയിൽ പോയിട്ട് മോത്തിന്റെ സെർവറിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളിവിടെ അതിന് വേണ്ടി 3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. അവിടെ ആ കമ്പ്യൂട്ടറിൽ വരുന്നതോടുകൂടി ആ കുറ്റകൃത്യം പരിശോധിക്കും. ട്രാക്ക് ഡ്രൈവിംഗ്, ഈ ലൈൻ ട്രാഫിക് തെറ്റിച്ചു പോകുന്നവരുണ്ട്, അവരെ ഈ 3 പേര് ഒരുമിച്ച് ഒരു ബൈക്കിൽ പോവുക. എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ കുറച്ച് കുറ്റകൃത്യം എന്തൊക്കെയാണ് നമ്മൾ അനൗൺസ് ചെയ്യും. അത് അനൗൺസ് ചെയ്തതിന് ശേഷം അത് അവരെ അറിയിക്കും. അതനുസരിച്ച് നമ്മൾ ജനങ്ങളത് ഷൂട്ട് ചെയ്ത് നോ പാർക്കിങ്ങിൽ ഇടുക. നമ്മളൊരു വണ്ടി ഇട്ടിട്ട് പോയി അതിന്റെ കുറുക്ക് കൊണ്ട് ക്രാസ് ചെയ്തിട്ട് പോവുക, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക, ഇതെല്ലാം ഷൂട്ട് ചെയ്യാം. ഇത്തരം ഒഫൻസുകളെല്ലാം ഫൈൻ ചെയ്ത് ചെല്ലാനയക്കും. MED-യിൽ നിന്ന് ചെല്ലാനയച്ച് ഫൈൻ ഈടാക്കും. ലൈൻ ട്രാഫിക് തെറ്റിക്കുന്ന എല്ലാ സ്ഥലത്തും പോലീസിനോ MED-ക്കോ പോയി നിൽക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് അതിങ്ങനെ ഓട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും റിപ്പോർട്ട് ചെയ്യാനും പൗരനൊരു അവകാശം കൊടുക്കുന്ന ഒരു സിറ്റിസൺ ആപ്പ് ഉടൻ വരും. വരുന്നതോടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറയും. നമ്മൾ പോലും ഓരോരുത്തരും ശ്രദ്ധിച്ച് പിന്നെ വണ്ടി കൊടുക്കുക. നമുക്ക് പണി കിട്ടും. ആരാണ് പണി തന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും.